സിൻബാദ് രാജാവ് നായാട്ടുപ്രിയനാണ്. ഒരവസരത്തിൽ തന്റെ പ്രിയപ്പെട്ട അനുയായികളെ, സൈന്യത്തെ, തന്റെ പട്ടാളക്കാരെ വിളിച്ചു കൂട്ടിക്കിട്ടു പറഞ്ഞു, ഞാൻ നായാട്ടിന് പോവുകയാണ്, നിങ്ങളും കൂടെ വരിക. അങ്ങനെ എല്ലാവരും കൂടി അവരുടെ കുതിരപ്പുറത്തും കഴുതപ്പുറത്തുമായി നായാട്ടിന് പോകാൻ വേണ്ടി തീരുമാനിച്ചിറങ്ങുമ്പോഴാണ് ഈ സിൻബാദ് രാജാവ് പറഞ്ഞു, ഒരാള് പോലും തങ്ങളുടെ മുമ്പിൽ എത്തപ്പെടുന്ന ഒരു മൃഗങ്ങളെയും വിട്ടുകളയാൻ പാടില്ല. ഏതെങ്കിലും മൃഗത്തെ ആരെങ്കിലും വിട്ടുകളഞ്ഞാൽ അവനെ ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞ സിൻബാദ് രാജാവ് തന്റെ കുതിരപ്പുറത്ത് കയറി അദ്ദേഹം യാത്ര തുടർന്നു. പിന്നാലെ ഒരുപാട് സൈന്യം ഇങ്ങനെ യാത്ര തുടരുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനൊരു വേട്ടപ്പക്ഷി ഉണ്ടായിരുന്നു. ആ പക്ഷിയുടെ പ്രത്യേകത, എവിടെ ഏത് കാടിന്റെ ഉള്ളിലും മറഞ്ഞിരിക്കുന്ന മാൻപേടയും അതുപോലെ തന്നെ മറ്റുള്ള മൃഗങ്ങളെയെല്ലാം ഈ വേട്ടപ്പക്ഷി കൊണ്ടുചെന്ന് കാണിച്ചു കൊടുത്ത് അതിനെ അമ്പെയ്തു വീഴ്ത്തി അദ്ദേഹം പൊരിച്ചും അതുപോലെ വേവിച്ചും ചുട്ടും തിന്നുന്ന ഒരു നായാട്ടുപ്രിയനായ സിൻബാദ് രാജാവ്. അദ്ദേഹം യാത്ര തുടരുന്ന സമയത്ത് ഒരു മാൻപേട തന്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. സാധാരണ നമുക്കറിയാം, മാൻപേട ആളുകളെ കാണുമ്പോൾ പെട്ടെന്ന് ഓടി ഒളിക്കാറുണ്ട്. ഈ മാൻപേടയെ, ഈ രാജാവിന്റെ മുമ്പിൽ എത്തപ്പെട്ട മാൻപേട പെട്ടെന്ന് തന്നെ രണ്ട് കൈകൾ, അതല്ലെങ്കിൽ രണ്ട് മുൻകാലുകൾ തന്റെ ഉടലിനോട് ചേർത്ത് വെച്ചിട്ട് രാജാവിന്റെ തലക്കുമീരെ ചാടി രക്ഷപ്പെട്ടു ആ മാൻപേട. ഇത് കണ്ടപ്പോൾ അനുയായികൾ പൊട്ടിച്ചിരിച്ചു. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ അനുയായികൾ പറഞ്ഞു, ഏതെങ്കിലും ഒരാൾ മൃഗത്തെ വിട്ടുകളഞ്ഞാൽ കൊല്ലുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ കൊല്ലുന്നത് എന്ന് ചോദിച്ച് ആക്ഷേപിക്കുന്ന സമയത്ത് രാജാവിന് ദേഷ്യം വന്നു. രാജാവ് ഉടൻ തന്നെ തന്റെ വേട്ടപ്പക്ഷിയോട് ആംഗ്യം കാണിച്ചു. ആ വേട്ടപ്പക്ഷിയോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് അതിന് കുടിക്കാൻ പോലും വെള്ളം കൊടുക്കുന്നത് കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന സ്വർണപാത്രത്തിലാണ്. അങ്ങനെ സിൻബാദ് രാജാവ് കുതിരപ്പുറത്ത് കയറി, വേട്ടപ്പക്ഷി മുന്നാലെ പാറി പറന്നു. അവസാനം ആ പക്ഷി കാണിച്ചു കൊടുത്തു മാൻപേടയെ. മാൻപേടയെ എയ്തു വീഴ്ത്തിയ സിൻബാദ് രാജാവ് ആ മാൻപേടയെ പിടിക്കാൻ വേണ്ടി ഓടുന്ന പരിശ്രമത്തിന്റെ, ആ അശ്രാന്ത പരിശ്രമത്തിന്റെ ഒരു അവസാനം വിശ്രമത്തിനു വേണ്ടി ഒരു മരത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം ചാരിയിരുന്നു അത്രേ. ആ സമയത്ത് ആ മരത്തിന്റെ ചുവട്ടിലൂടെ വെണ്ണയ്ക്ക് സമാനമായ വെള്ളം ഒഴുകുകയാണ്. എണ്ണയ്ക്ക് സമാനമായ കട്ടിയുള്ള പാനീയം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സിൻബാദ് രാജാവ് ഉടൻ തന്നെ വേട്ടപ്പക്ഷിയെ കയ്യാട്ടി വിളിച്ചു അടുത്തേക്ക് വന്നു. അതിന്റെ കഴുത്തിൽ കിടക്കുന്ന സ്വർണപാത്രം അഴിച്ചെടുത്ത് ആ വെണ്ണയ്ക്ക് സമാനമായ വെള്ളമെടുത്ത് തന്റെ കുതിരയ്ക്ക് കുടിക്കാൻ കൊടുക്കുമ്പോൾ ആ പക്ഷി വന്ന് ചിറക് കൊണ്ട് തട്ടിക്കളഞ്ഞു. ദേഷ്യം വന്ന രാജാവ് പെട്ടെന്ന് ആ പാത്രമെടുത്തു, വെള്ളമെടുത്തിട്ട് ഇനി ആദ്യം പക്ഷിക്ക് കൊടുക്കാതെ കുതിരയ്ക്ക് കൊടുത്തത് കൊണ്ടാകണം ദേഷ്യപ്പെട്ടതെന്ന് മനസ്സിലാക്കിയിട്ട് കുതിരയ്ക്ക് കൊടുക്കാതെ പക്ഷിക്ക് കൊടുത്തപ്പോൾ ആ പക്ഷിയും തട്ടിക്കളഞ്ഞു. മൂന്നാമത് ആ സ്വർണപാത്രം എടുത്തു, വെള്ളമെടുത്തിട്ട് തന്റെ ചുണ്ടോട് ചേർത്ത് വെക്കുമ്പോഴും ആ പക്ഷി തട്ടിക്കളഞ്ഞു. ദേഷ്യം വന്ന രാജാവ് ആ പക്ഷി അടുത്തേക്ക് വിളിച്ച് രണ്ട് ചിറകും അറുത്തു കളഞ്ഞു. സങ്കടത്തോടെ ഒരു നിമിഷം തന്റെ ക്രോധം, തന്റെ ദേഷ്യം, തന്റെ കോപം, തന്റെ കലിയടക്കാൻ കഴിയാതെ ആ പക്ഷിയെ അറുത്തുകളഞ്ഞ ദേഷ്യത്തോടെ അദ്ദേഹം സങ്കടപ്പെട്ടുകൊണ്ട് തന്റെ മടിയിലെടുത്ത് കിടത്തിയിട്ട് പക്ഷിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പക്ഷി രാജാവിന്റെ മുഖത്ത് നോക്കിയില്ല, മറിച്ച് ആ വൃക്ഷത്തിന്റെ മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. എന്താണ് അത്ഭുതമെന്നറിയാൻ രാജാവ് വൃക്ഷത്തിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഉഗ്രവിഷമുള്ള സർപ്പം ആ വൃക്ഷത്തിന്റെ മുകളിൽ ഇങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങളുമായിട്ട് മരത്തിന്റെ ചില്ലയിൽ കിടക്കുകയാണ്. ആ വൃക്ഷത്തിന്റെ ശിഖരത്തിൽ ചില്ലകളിൽ നിന്ന് ഈ പാമ്പിന്റെ വിഷം കലർന്ന വെള്ളമാണ് വെണ്ണയ്ക്ക് സമാനമായി മരത്തിന്റെ ചുവട്ടിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നത്. കുതിര ചത്തുപോകാതിരിക്കാൻ, രാജാവ് ചത്തുപോകാതിരിക്കാൻ, പക്ഷി ചത്തുപോകാതിരിക്കാൻ ആ പക്ഷി തന്റെ ചിറക് കൊണ്ട് പാനപാത്രം തട്ടിക്കളഞ്ഞതാണ് എന്ന് രാജാവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ പക്ഷിയുടെ രണ്ട് ചിറകുകളും മുറിച്ചു കളഞ്ഞതിന് ശേഷമാണ് എന്ന് സിൻബാദ് രാജാവിനെ പറ്റി 1001 രാവുകൾ എന്ന് പറയുന്ന കഥാപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുമ്പിൽ എനിക്കിന്ന് പറയാനുള്ള വിഷയം വളരെ സുപ്രധാനമായി നാം കേൾക്കേണ്ട വിഷയമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എത്ര ക്ഷീണമുള്ളവരാണെങ്കിലും എത്ര തിരക്കുള്ളവരാണെങ്കിലും 2 മണിക്കൂർ എന്റെ പ്രഭാഷണം ശ്രവിക്കണമേ എന്ന് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു. അള്ളാഹു എല്ലാ കഴിവുകളും കൊടുത്തിട്ടുള്ള ഒരു വിഭാഗമാണ് മനുഷ്യൻ. ചിലപ്പോൾ അള്ളാഹു തആല പക്ഷികൾക്ക്
പക്ഷികൾക്ക് മനുഷ്യനേക്കാൾ കഴിവ് കൊടുത്തതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഖുർആനികമായ തെളിവുകൾ 3 ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടന്നു വരികയാണ്. സിൻബാദ് രാജാവിന്റെയും 1001 രാവ് കഥയുടെയും അതൊന്നും നമ്മുടെ ഒരു ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമല്ല. അത് നമുക്കൊരു പ്രാമാണികതയല്ല. അതുകൊണ്ട് തന്നെ ഖുർആനിലൂടെ അല്ലാഹു തആല മനുഷ്യന് കഴിവ് കൊടുത്തു, മനുഷ്യനെ ആദരിച്ചു എന്ന് പറഞ്ഞാലും വലഖദ് കറംനാ ബനി ആദമ, മനുഷ്യ സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നുവെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രതിപാദിക്കുമ്പോൾ മനുഷ്യനേക്കാൾ ചില ഘട്ടങ്ങളിൽ, ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ അല്ലാഹു ചില പക്ഷികൾക്ക് കഴിവ് കൊടുത്തതായി നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, അതിൽ ഒന്നാമത്തെ ഖുർആനികമായ തെളിവ് എവിടെയെന്നറിയുമോ? സൂറത്തുൽ മാഇദയിലൂടെ പടച്ചതമ്പുരാന് പരിചയപ്പെടുത്തുന്ന ചരിത്രമാണ്. ആദ്യത്തെ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളായ ഹാബീലും ഹാബീലും എന്ന് പറയുന്ന പൊന്നുമക്കള് തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് വെച്ച്, സഹോദരങ്ങളെ, തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് വെച്ച് രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിനെ മറമാടിയിട്ടുള്ള രാമേശ്വരമുണ്ടല്ലോ, തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് വെച്ച് ഹാബീൽ എന്ന പേരുള്ള തന്റെ പൊന്നുമോന് ഹാബീൽ എന്ന് പറയുന്ന പൊന്നുമോനെ കൊന്നുകളഞ്ഞ സംഭവം നമുക്കറിയുമല്ലോ. അത് വിശാലമാണ്, പറയാൻ നമുക്ക് സമയമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മാഇദയിലൂടെ അല്ലാഹു പറയുകയാണ്, ഫബഅസല്ലാഹു ഖുറാബാ, തന്റെ സഹോദരനെ, തന്റെ കൂടപ്പിറപ്പിനെ ഒരു വേള കൊന്നുകളഞ്ഞിട്ട് ഒരു പെണ്ണിന്റെ തൊലിവെളുപ്പിന് വേണ്ടിയിട്ട് അസൂയയുടെ പേരില് ഒരു പെണ്ണിന് വേണ്ടിയിട്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാനുള്ളത്, ആദ്യമായി ലോകത്ത് നടന്ന കൊലപാതകം എന്തിനു വേണ്ടി കിട്ടുന്നറിയോ? പണത്തിന് വേണ്ടി കിട്ടല്ല, പ്രശസ്തിക്ക് വേണ്ടി കിട്ടല്ല, അധികാരത്തിന് വേണ്ടി കിട്ടല്ല. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ആദ്യത്തെ കൊലപാതകം നടന്നതെന്നറിയോ? അത് പെണ്ണിന് വേണ്ടി കിട്ടാണ്. ഒരു തൊലിവെളുത്ത പെണ്ണിനോടൊപ്പം ഒരു രാത്രി ഒന്ന് കിടക്കാൻ വേണ്ടി കിട്ടാണ്. ഹാബീൽ എന്ന് പറയുന്ന പൊന്നുമോ, ഹാബീൽ എന്ന് പറയുന്ന കൂടപ്പുറപ്പിനെ കൊന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. ആ ശവശരീരം എടുത്ത് തോളത്തിട്ടുകൊണ്ട് നടക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മാഇദ പറയുകയാണ്, എന്തു ചെയ്യണം തന്റെ കൂടപ്പറപ്പിന്റെ ശവശരീരത്തെ, ഡെഡ് ബോഡി എന്തു ചെയ്യണമെന്നറിയാതെ ആ പ്രിയപ്പെട്ട സഹോദരനെ തോളത്തെടുത്തിട്ട് കൊണ്ട് നടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, നബിയേ ഫബഅസല്ലാഹു ഖുറാബാ, അല്ലാഹു ഒരു കാക്കയെ അയക്കുകയാണ്. ഒരു കാക്ക പാറി പറന്നു പോകുന്ന കരിങ്കാക്കയെ അല്ലാഹു അയക്കുകയാണ്. ആ കാക്ക ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരികയാണ്. സഹോദരങ്ങളെ, വന്നിട്ട് എന്ത് ചെയ്തെന്നറിയുമോ? ആ കാക്കയുടെ ചുണ്ടുകൊണ്ട് മണ്ണ് മാറ്റുകയാണ്. ആ കാക്കയുടെ ചുണ്ടുകൊണ്ട് മണ്ണ് മാറ്റുകയാണ്. ആ സമയത്ത് മനുഷ്യന് ബോധോദയമുണ്ടായി. ഹാബീൽ ചിന്തിച്ചു, ഞാനും ഇതുപോലെ മണ്ണ് മാറ്റിയിട്ട് എന്റെ കൂടപ്പുറപ്പിന്റെ ശവശരീരത്തെ മറമാടിയാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ കൂടപ്പുറപ്പിന്റെ ശവശരീരത്തെ മറമാടാ ഹാബീൽ മണ്ണ് മാറ്റുകയാണ്. എന്നിട്ട് ആ മണ്ണ് മാറ്റിയിട്ട് ആ ഹാബീൽ പറഞ്ഞതെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഖാലയാ വൈലതാ അഅജസ്തു അൻ അകൂന മിസ്ല ഹാദൽ ഖുറാബ്, അഅജസ്തു അൻ അകൂന മിസ്ല ഹാദൽ ഖുറാബ്. അല്ലാഹുവേ, കാക്കയുടെ കഴിവ് പോലും എനിക്കില്ലാതെ പോയല്ലോ. പെങ്ങളെ, നിന്റെ കെട്ടിയോ മരണപ്പെടുമ്പോ, നിന്റെ പൊന്നുമക്കള് മരണപ്പെടുമ്പോ, നിന്റെ മാതാപിതാക്കൾ മരണപ്പെടുമ്പോ, നിന്റെ ആളുകൾ മരണപ്പെടുന്ന സമയത്ത് ഇന്ന് മണ്ണ് വെട്ടിയിട്ട് മണ്ണ് കുഴിച്ചിട്ട് കബറിനടിയിലേക്ക്, മണ്ണിനടിയിലേക്ക് ഇറക്കി വെക്കുന്ന മയ്യത്തിന് ആരാ മനുഷ്യന് അടക്കാൻ പഠിപ്പിച്ചു കൊടുത്തതെന്നറിയോ? ഒരു പക്ഷിയാണ്, പക്ഷിയാണ്, പക്ഷിയാണ്. ഏത് പക്ഷിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ? പാറി പറന്നു പോകുന്ന കാക്കയുണ്ടല്ലോ, ആ കാക്കയാണ് മനുഷ്യന് അടക്കാൻ പഠിപ്പിച്ചു കൊടുത്തത്. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ മാഇദ പറയുകയാണ്, അവിടെ മനുഷ്യനേക്കാൾ കഴിവല്ല കൊടുത്തത് കാക്കയ്ക്കാണ്. ചരിത്രത്തിൽ നമ്മൾ അല്പം താഴോട്ട് വരുമോ പ്രിയപ്പെട്ടവരെ? മഹാനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം, രണ്ടാമത്തെ
രണ്ടാമത്തെ ചരിത്രമാണ്. ഞാൻ ചുരുക്കി പറയും, എന്റെ വിഷയം അവിടെയല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം സഹോദരങ്ങളെ, തനിക്കൊരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു. ആരാണ് സുലൈമാൻ നബിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്നറിയുമോ? ആരാണ്? പാർട്ടി കൊടുത്തയാളല്ല. ആരാണ് സുലൈമാൻ നബിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്നറിയുമോ? ഹുദൂദ് എന്ന മരം കൊത്തിയാണ്. നേരം വെളുത്തു നോക്കുമ്പോൾ മരം കൊത്തിയെ കാണാനില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുതപ്പെടുകയാണ്. എവിടെ പോയി മരം കൊത്തി കാണുന്നില്ലല്ലോ, തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ കാണുന്നില്ലല്ലോ. സുലൈമാൻ നബി അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൻ നംൽ പറയുകയാണ്, ഫമകസ ഗൈറ ബഈർ. കുറച്ച് സമയം കഴിഞ്ഞപ്പോ പക്ഷി പാറി വരികയാണ്. എന്നിട്ട് സുലൈമാൻ നബിയോട് പറയുകയാണ്, അഹതു ബിമാ ലം തുഹിതു ബിഹി വജിതുക മിൻ സബഇൻ ബിനബഈഖി. അങ്ങ് ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട്. ഏത് സുലൈമാൻ നബിയാണ്? അല്ലാഹു കാറ്റിനെ പോലെ കീഴ്പ്പെടുത്തി കൊടുത്ത, ജിന്നുകളെ പോലെ കീഴ്പ്പെടുത്തി കൊടുത്ത സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ലോകമടക്കി ഭരിച്ച 4 ചക്രവർത്തിമാരാണ്. ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 45ാമത്തെ പ്രസിഡന്റായി. 72 വയസ്സുകാരനായ ഡൊണാൾഡ് ട്രംപ് വെള്ളക്കാരന്റെ വംശീയ വെറിയോടെ കയറി വന്ന ഡൊണാൾഡ് ട്രംപ് പ്രിയപ്പെട്ടവരെ അധികാരത്തിലെത്തിയപ്പോൾ താനാണ് ലോകം മുഴുവനും ഭരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഡൊണാൾഡ് ട്രംപ് ലോകമടക്കി ഭരിക്കുന്നവരിൽ 4 പ്രധാനികൾ ഉണ്ടായിരുന്നു. നീ ഒരു അമേരിക്കയല്ല ഭരിക്കുന്നത്, 70 രാജ്യങ്ങളിൽ നിന്ന് 85 ലക്ഷത്തോളം മുസ്ലിമീങ്ങള് ഇന്ന് അമേരിക്കയിൽ താമസിക്കുകയാണ്. ചിന്തിക്കണം, 70 രാജ്യങ്ങളിൽ നിന്നായി 85 ലക്ഷത്തോളം മുസ്ലിമീങ്ങൾ ഇന്ന് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കയിലുണ്ട്. ഈ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും ഉന്മൂലനം ചെയ്യുമെന്ന് പറയുമ്പോൾ നല്ല റാഹത്തായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് 85 ലക്ഷം മുഅ്മിനീങ്ങളെയും അമേരിക്കയിൽ നിന്ന് ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ലോകമടക്കി ഭരിച്ചത് താനാണെന്ന് വാശി പിടിക്കുമ്പോ ഇല്ല, ലോകമടക്കി ഭരിച്ച 4 ചക്രവർത്തിമാരാണ്. അതിൽ 2 പേര് മുസ്ലിമീങ്ങളാണ്, 2 പേര് അമുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളായ 2 പേരിൽ ഒരാളല്ലേ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകമടക്കി ഭരിച്ചപ്പോൾ ജിന്നുകളെ അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്തു. ആരാണ് ജോലിക്കാര്? ജിന്ന് വിഭാഗമാണ്. ഹുദൂദ് എന്ന മരം കൊത്തിയാണ് പ്രൈവറ്റ് സെക്രട്ടറി. പക്ഷേ സുലൈമാൻ നബി കാണാത്ത അത്ഭുതം ആ മരം കൊത്തി കണ്ടുപിടിച്ചെങ്കിൽ അല്ലാഹു സുലൈമാൻ നബി എന്ന ചക്രവർത്തിയെക്കാൾ കഴിവല്ല കൊടുത്തത് കേവലം ഒരു മരം കൊത്തിക്കാണ്.